ഇന്ന് ടെക്നോളജിയൊക്കെ അഡ്വാൻസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ നിരന്തരം താരതമ്യം ചെയ്യാം. പണ്ടില്ലാത്ത രൂപത്തിൽ ഇന്ന് ആളുകൾ സങ്കടം, ഡിപ്രഷനും അതേപോലെ ആത്മഹത്യയും എല്ലാം വരാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ എല്ലാവരും അവരുടെ കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം അല്ലേ. ഇപ്പോൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ, പിന്നെ ഒരു പരീക്ഷ പാസ്സായി, ഇപ്പോൾ തോന്നിപ്പോൾ കോൺവെക്കേഷൻ, ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു കോൺവെക്കേഷൻ്റെ പോസ്റ്റർ ഉണ്ട് ഞാൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് കോൺവെക്കേഷൻ അയച്ചു, അപ്പോൾ LKG കോൺവെക്കേഷൻ, LKG കോൺവെക്കേഷൻ നടക്കുകയാണ്. എന്നിട്ട് അത് സ്റ്റാറ്റസ് ഇടുകയാണ്, അതിന് എല്ലാവരും പോയി, അതൊരു സംഭവമാണ്. അപ്പോൾ LKG കോൺവെക്കേഷനിൽ പങ്കെടുത്തില്ലെങ്കിൽ ജീവിതത്തിൽ എന്തോ വലിയ നഷ്ടം സംഭവിക്കുന്നൊക്കെ ഞങ്ങൾ എല്ലാം സെലിബ്രേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ പരസ്പരം താരതമ്യം ചെയ്യുകയും അതേപോലെ തന്നെ എന്താണ് നമുക്ക് അസൂയ, ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരും. എല്ലാവരും ഇപ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പം ആ വണ്ടി എടുക്കാൻ പോണത് അതിൻ്റെ സ്റ്റാറ്റസ്, അത് അവിടെ പൂത്തിരെത്തിച്ച് അതിൻ്റെ സ്റ്റാറ്റസ്. അപ്പോൾ ഈ വണ്ടി ഇതൊന്നും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ജീവിതത്തിൽ എന്തോ ഭയങ്കരമായ നിരാശയിലേക്കും ഭയങ്കരമായ പരാജയത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഫീലിങ്ങിലേക്കും അങ്ങനത്തെ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിച്ചു. അപ്പോൾ അതേപോലെ തന്നെ സംതൃപ്തിനെ പെട്ടെന്ന്, ഇപ്പോൾ ചെറിയ നമ്മൾ കുട്ടികളെ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇതിന് കിട്ടണം. ഒന്നൊരു സൈക്കിൾ വാങ്ങിത്തരാൻ പറഞ്ഞാൽ അത് 2 ദിവസം കൊണ്ട് വാങ്ങിക്കൊടുക്കണം, കാത്തിക്കാൻ പറ്റൂല. അങ്ങനെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചതൊക്കെ നേടുകയാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമുക്ക് പിന്നെ ചെറുപ്പത്തിലൊക്കെ ഒരു ഡ്രസ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പെരുന്നാക്കേ ഉള്ളൂ. പെരുന്നാക്ക് അന്ന് വാപ്പാന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് കിട്ടും, അതില്ലെങ്കിൽ അന്നും കിട്ടൂല. അതിന്റെ ഇടക്ക് ഡ്രസ്സ് തരുന്ന പരിപാടിയില്ല. അതിന്റെ ഇടക്ക് അല്ലെങ്കിൽ അമ്മോന്റെ കല്യാണമൊക്കെ ഉണ്ടാവണം, അമ്മ എടുത്തരണം. അമ്മാവന്മാരെ കല്യാണം ഉണ്ടായിട്ട് അമ്മാവന്മാർ എടുത്തുതരിക എന്നല്ലാതെ വേറെ നമുക്ക് ഡ്രസ്സില്ല. ഇന്നങ്ങനല്ല. ഇന്നിപ്പോ എന്താണ്, ഇന്ന് സ്കൂളിൽ പരിപാടി, നാളെ കോളേജിൽ പരിപാടി, മറ്റൊരു പരിപാടി. അപ്പോൾ ഓരോ പരിപാടിക്കും ഓരോ കളർ കോഡ് ഡ്രസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ അങ്ങനെ ഒന്നിങ്ങനെ ഒരു സാധനം വെയിറ്റ് ചെയ്യുക എന്നുള്ള ഒരു ഫീലിങ്ങോ അതിന്റെ ഒരു വികാരം അങ്ങനൊന്നും ഇന്നത്തെ ആളുകൾക്ക് അറിയില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് വിചാരിക്കുമ്പോൾ എന്ത് ചെയ്യണം, സാധനങ്ങൾ കിട്ടണം. അങ്ങനെ കിട്ടാതെ വരും, അതിന് പ്രശ്നമുണ്ട്. ഈ വിചാരിക്കുമ്പോൾ തന്നെ നടക്കണം എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനും നമ്മളെ ആത്മീയതയും തമ്മിൽ ചെറിയൊരു പ്രയാസം ഉണ്ടാവും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ നമ്മളിതൊക്കെ ക്ഷമിച്ചും സഹിച്ചു നിൽക്കുന്ന ഒരു സ്വർഗ്ഗമുണ്ട്, നാളെ അള്ളാഹു പ്രതിഫലം നൽകും. അത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് വരാനുള്ള സംഭവമാണ് അല്ലേ. ഒരു മഹ്ശറ വരാണ്ട്, വിചാരണ വരാണ്ട്. അതുകൊണ്ട് വൈൻ തസ്ബിറൂ വതത്തഖൂ, നിങ്ങൾ ക്ഷമിക്കണം, നിങ്ങൾ തെക്കുവ കൈകൊള്ളണം. ക്ഷമിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് പറഞ്ഞ കാര്യമാണ്. കാരണം ക്ഷമ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്ത് നോക്കിയാൽ വളരെ പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും എല്ലാം അള്ളാഹു നിരന്തരമായി ഓർമ്മപ്പെടുത്തുന്ന എന്താണ്, തസ്ബിറൂ എന്നാണ്, നിങ്ങൾ ക്ഷമിക്കണം പ്രവാചകരെ എന്നുള്ളതാണ്. അപ്പൊ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ പുതിയ തലമുറക്ക് കഴിയാത്തതും ആയൊരു സാധനമാണ് ഈ ക്ഷമിക്കുക എന്നുള്ളത്. കാരണം അവർക്ക് വിചാരിച്ചതൊക്കെ പെട്ടെന്ന് കിട്ടണ ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ക്ഷമിക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ക്ഷമിക്കുക എന്നുള്ളത്